ശക്തിയായി ഈ മീറ്റിങ്ങിനെ കർത്താവ് ഉപയോഗിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അനേക പ്രിയപ്പെട്ടവരെ ഇന്ന് കാണുന്നു. എൻ്റെ സുഹൃത്തുക്കൾ പലരും ഇന്ന് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ചിന്തിക്കാൻ വേഗത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. അതിനാധാരമായി സങ്കീർത്തനങ്ങൾ 27 അതിന്റെ 8-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 27:8. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. സാംസ് 27:8 ആണ് നമ്മൾ വായിച്ചത്. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എന്റെ മുഖം അന്വേഷിപ്പീൻ. ദൈവമുഖം അന്വേഷിച്ചാൽ നീ വേറെ ഒരു മുഖം അന്വേഷിക്കേണ്ടി വരത്തില്ല. കാരണം നീ ആരുടെ മുഖമാ അന്വേഷിക്കുന്നതെന്ന് ഇന്ന് രാത്രികാലം ഓർക്കണം. ഈ വചനം ധ്യാനിക്കുമ്പോൾ, ഈ വചനം ചിന്തിക്കുമ്പോൾ, ദൈവമുഖം അന്വേഷിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അതോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം ആരാ എന്ന് ചിന്തിക്കണം. ദൈവം ആരാ? നമ്മൾ ഒരാളെ അന്വേഷിച്ചിറങ്ങുമ്പോൾ, നാം ഒരാളെ അന്വേഷിക്കുമ്പോൾ ആ ആളിന്റെ വലിപ്പവും ആ ആളിന്റെ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ എന്തൊക്കെ കഴിവും ഒക്കെ നമ്മൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഇടയാവും. എങ്കിൽ മാത്രമേ നാം ഇറങ്ങുന്ന ഒരു കാര്യത്തിന്, നാം ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാര്യത്തിൽ ആ ആളിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്കൊരു റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് വരണമെന്നുണ്ടെങ്കിൽ ആ ആളിന്റെ വലിപ്പം നമ്മൾ പലപ്പോഴും പരിശോധിക്കും. ഇന്ന് രാത്രികാലം ഒന്ന് ഓർത്തു നോക്കിക്കുകയും, നമ്മളുടെ ദൈവം ആരാ? ഇവിടെ സങ്കീർത്തനക്കാരനെ പറയുന്ന ഒരു വാക്ക് ഇതാണ്, ദൈവമുഖം അന്വേഷിപ്പീൻ എന്ന് കൽപ്പന വന്നു. ദൈവം ആരാ? ദൈവം ആരാ? ഉൽപ്പത്തി പുസ്തകം 1 മുതൽ വായിച്ചു വരുമ്പോൾ അവിടുത്തെ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അടുത്തത് പ്രവചന പുസ്തകം വായിക്കുമ്പോൾ, ഞാൻ സകല ജഡത്തിന്റെ ദൈവമാ, സകലത്തെ ഭരിക്കുന്നവനാ, സകലത്തെ കൺട്രോൾ ചെയ്യുന്നവനാ, സകലത്തിന്റെ ഉടമസ്ഥൻ. 24-ാം സങ്കീർത്തനം 1 പറയുന്നു സകലത്തിന്റെ ഉടമസ്ഥനാ. 139-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ കാണുന്നു എല്ലാറ്റെയും അറിയുന്ന ദൈവം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്ന ദൈവം. നീ അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിലില്ല. അതിനോട് ചേർത്ത് ഞാൻ ഇന്ന് ഒരു രാത്രി ഒരു ദൂതൂടെ ചേർത്ത് പറയാം. ഇന്ന് രാത്രി എന്നെ അറിയുന്ന ആരുമില്ല, എന്നെ കാണുന്ന ആരുമില്ല, എനിക്ക് എന്റെ നിലവിളി കേൾക്കാൻ ആരുമില്ല, എന്റെ മനസ്സറിയുന്ന, എന്റെ ഹൃദയം അറിയാൻ ആരുമില്ല എന്ന് ആരെങ്കിലും ഇന്ന് രാത്രികാലം ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയാം, സകല ഹൃദയങ്ങളെ കാണുന്ന സകലത്തിന്റെ ഉടമസ്ഥനായ സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നാം മറന്നു പോകരുത്. ഈ പ്രാർത്ഥനയിൽ നാം ഏവരും ഒന്നിച്ച് ജോയിൻ ചെയ്യുമ്പോൾ, പല രാജ്യങ്ങളിൽ, പല സാഹചര്യത്തിൽ, പല ടൈം സോണിലൊക്കെ ഇരുന്നു കൊണ്ട് നാം ഇന്ന് രാത്രികാലം ഒന്നിച്ചായിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഹല്ലേലൂയ. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുടെ നരളി ചെയ്ത സർവശക്തന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. 2-3 പേർ എവിടെങ്കിലും കൂടുന്നതല്ല, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും. അങ്ങനെങ്കിൽ ഇന്ന് രാത്രികാലം പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് മുഖാമുഖം കണ്ടും കാണാതെയോ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ, ഈ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കണം. സഹായം വരുന്ന പർവ്വതത്തിലേക്കൊന്ന് നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല എന്ന് ദൈവവചനം പറയുമ്പോൾ, ഇന്ന് രാത്രികാലം നമ്മുടെ കണ്ണ് ആ മുഖത്തേക്കാകട്ടെ. കൈനോട് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, കൈനെ നീ എന്നെ നോക്ക്, നീ ഹാബേലിനെ അല്ല നോക്കേണ്ടത്, നീ എന്നെ നോക്ക്. പാപം നിന്റെ അടുത്ത് കിടക്കുന്നു, അതിന് നിന്നോടാ കാര്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അവിടെ ഇവിടെയല്ല നോക്കേണ്ടത്, പ്രശ്നത്തെയല്ല നോക്കേണ്ടത്, നിന്റെ സാഹചര്യത്തെയല്ല നോക്കേണ്ടത്, നിന്റെ വെല്ലുവിളിയല്ല നോക്കേണ്ടത്, നിന്റെ ഇരുളേറിയ ജീവിതത്തെ അല്ല നോക്കേണ്ടത്. നിന്റെ ശൂന്യതയെ പണിയാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ തകർച്ചയെ പണിയാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, ഇന്ന് രാത്രികാലം മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തെ ഇന്ന് രാത്രികാലം ആ കണ്ണിലേക്കൊന്ന് നോക്കുവാൻ ഈ പ്രാരംഭ സെക്ഷനിൽ ഹല്ലേലൂയ നമുക്കൊന്ന് തീരുമാനമെടുക്കാം. ഇനി അതിന്റെ ഒരു അടുത്ത പശ്ചാത്തലം കൂടെ ഞാനൊന്ന് പറയട്ടെ. മനുഷ്യനാരാ? മനുഷ്യനാരാ? ദൈവത്തിന്റെ പ്രത്യേകത ഞാൻ ചുരുക്കമായി പറഞ്ഞു. മനുഷ്യനാരാ? മനുഷ്യൻ പരിമിതിയുള്ളവനാ, മനുഷ്യൻ കണക്കൂട്ടലുകൾ തെറ്റുന്നവനാ, ബുദ്ധിക്ക് ഹല്ലേലൂയ കുറവുള്ളവനാ, കഴിവിന് പരിമിതിയുള്ളവനാ, തീരുമാനങ്ങൾ എടുക്കുന്നത് മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിയാത്തവനാ. ഹല്ലേലൂയ. ഇനി അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ, പൊങ്ങച്ചമുള്ളവനാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്പം ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ വളരെ വിശാലമായി അതിനെ എടുക്കുന്ന ഹല്ലേലൂയ കാറ്റഗറിയിലുള്ളവരാ. ഇതാ
മനുഷ്യർ. എന്നാൽ ഇന്ന് രാത്രികാലം പരിമിതികൾ ഉണ്ടെങ്കിൽ പരിമിതികൾക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവം, ശൂന്യതയാണെങ്കിൽ ആ ശൂന്യതയെ പണിയാൻ കഴിയുന്ന ദൈവം, ഇന്ന് രാത്രികാലം ഇരുളിനെ വെളിച്ചമാക്കാൻ കഴിയുന്ന ദൈവം. നിനക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ആ മുഖത്തേക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അനേക ഭക്തന്മാർ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചത് നമുക്ക് കാണാൻ കഴിയും. അനേക ഭക്തന്മാർ പ്രതിസന്ധി വന്നപ്പോൾ പ്രതിസന്ധിക്ക് നേരെയല്ല പോയത്, പ്രശ്നങ്ങൾ വന്നപ്പോൾ പ്രശ്നത്തിന് നേരെയല്ല പോയത്. ഹല്ലേലൂയ. അവർ അതിന്റെ നടുവിൽ നോക്കേണ്ടവന്റെ മുഖത്തേക്ക് നോക്കി. ഇന്ന് രാത്രികാലം 139 സങ്കീർത്തനത്തിൽ അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ, ദൈവമേ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ലോകത്തിൽ നോക്കിയാൽ, ഒത്തിരി മെഡിക്കൽ പരമായി നോക്കിയാൽ, ഒത്തിരി ഹോസ്പിറ്റലുകളിലെല്ലാം എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഓരോ ടെസ്റ്റുകൾ, കണ്ണിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ഇന്നുണ്ട്. വയറിൽ, ഉദരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക തരത്തിലുള്ള മിഷൻസ് ഇന്ന് അവൈലബിൾ ആ, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ചോദിക്കട്ടെ, ഹൃദയത്തിന്റെ, മനസ്സിന്റെ വേദന അറിയുന്ന ഒരു സ്കാനിങ് മിഷനും ഇന്ന് ലോകത്തിൽ ഇറങ്ങിയിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ ഒരു മനുഷ്യനും അറിയത്തില്ല. നിന്റെ കണ്ണുനീർ കൊണ്ട് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്താൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മിഷൻ ഇല്ല. അങ്ങനെങ്കിൽ രാത്രികാലം ഓർക്കുക, നിന്റെ ഹൃദയം അറിയുന്ന, നിന്റെ വേദന അറിയുന്ന, നിന്നെ ഉള്ളതുപോലെ അറിയുന്ന, നിന്റെ ഹൃദയത്തിന്റെ വേദനയുടെ ആഴമറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാമത്തെ വാക്യം, ദൈവത്തെ പിടിച്ചു നിർത്തിയ ഒരു മനുഷ്യൻ, അത് മറ്റാരുമല്ല, യാക്കോബ്. ദൂതൻ അവിടെ പറയുക, എന്നെ വിട്, ഞാൻ പോകട്ടെ, എന്നെ വിടുക. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ആ മനുഷ്യൻ എല്ലാം ഉണ്ട്. അതിന്റെ മുകളിലുള്ള വാക്യം വായിക്കുമ്പോൾ, തനിക്കുള്ളതിനെല്ലാം അക്കരെ കടത്തിയ ശേഷം താൻ ഒറ്റയ്ക്ക് ശേഷിക്കുക. അയ്യോ, എന്തിനാ ഒറ്റയ്ക്ക് ശേഷിച്ച്? ആടുമാടുകളുണ്ട്, സ്വത്തുക്കളുണ്ട്, ധനമുണ്ട്, എല്ലാ മാന്യതയുമുണ്ട്, സമൂഹത്തിൽ എല്ലാം ഉയർച്ചയും കിട്ടിയില്ലേ? അല്ല, കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം നേടിയെടുത്തില്ലേ? എന്തിനാ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസരം, ഒറ്റയ്ക്കിരിക്കേണ്ട ഒരു അവസരം? അല്ലെങ്കിൽ എല്ലാം നേടി, എന്നാൽ എവിടൊക്കെയോ ചില ശൂന്യതകൾ, എവിടൊക്കെയോ ചില മാന്യതകൾ. ഞാൻ എപ്പോഴും ദൈവസഭയെ പറയാറുണ്ട്, പണത്തിന് വേണ്ടി ആരും ദൈവത്തെ സേവിക്കേണ്ട, ദൈവത്തെ വിളിക്കേണ്ട. കാരണം ഈ ലോകത്തിൽ ഏറ്റവും വലിയ ധനവാൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ അനേക വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അദ്ദേഹം പള്ളിയിലൊന്നും പോകുന്ന മനുഷ്യനല്ല. ഇന്ന് രാത്രികാലം ധനമുണ്ടാക്കാൻ വിവിധ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇത് രാത്രികാലം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കേണ്ടതിന് വേണ്ടിയാ. എന്നെ സൃഷ്ടിച്ചവൻ, അതുകൊണ്ട് ആ സങ്കീർത്തനങ്ങൾ പറയുന്നത്, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ചവന്റെ മുമ്പിൽ മുട്ടുകത്തുക. എന്നെ നിന്നെ പല മേഖലകളിൽ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ, പല മേഖലകളിൽ എന്റേതായ രീതിയിൽ ഒതുങ്ങി തീരുവാനല്ല എന്നെ ആക്കി വെച്ചിരിക്കുന്നത്, ഉടമസ്ഥന് ഫലമുള്ളവരായി തീരുവാനാ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കാനും നിങ്ങളുടെ ഫലം നിലനിൽക്കാനുമായി നിങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ സമൂഹത്തിന്റെ മധ്യ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ വ്യത്യസ്തരായി നിലകൊള്ളുവാൻ ഈ പ്രാരംഭത്തിൽ ദൈവാത്മാവ് ആലോചന തരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്റെ കാര്യം ദൈവം നോക്കുമെന്നേ. ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി 10 സ്റ്റെപ്പ് വെക്കും. ഇന്ന് രാത്രിയിൽ നീ അവിടെ ഉറച്ചു നിൽക്കാതെ പ്രാർത്ഥിച്ചിട്ട് നീ മുന്നോട്ട് പോകണം. ഇന്ന് രാത്രി നെഗറ്റീവ് അല്ല പറയേണ്ടത്, നെഗറ്റീവ് ചിന്തകളല്ല. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആരാ? എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ വലിപ്പം എന്തുവാ? എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ കഴിയത്തില്ല, ഒരു ശക്തിക്കും എന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഈ രാത്രിയിൽ വിശ്വസിക്കുന്നവർ ഇരിപ്പിടത്തിരുന്നു കൊണ്ട് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാം, ഹന്ന എന്ന് പറയുന്ന സഹോദരി, ഹല്ലേലൂയ, ഹന്നയുടെ പ്രാർത്ഥനാ വിഷയം എന്തായിരുന്നു? ഹന്നയുടെ പ്രാർത്ഥനാ വിഷയം പെനീനയായിരുന്നു. ഹല്ലേലൂയ. വീട്ടിൽ നൊമ്പരപ്പെടുത്തുന്ന അനുഭവം, പെയിൻഫുള്ളിന്റെ അനുഭവം, ഒരു സുഖവും സ്വസ്ഥതയും കൊടുക്കാത്ത അനുഭവം, വളരെ വ്യസനിപ്പിക്കുന്ന അനുഭവം. അതിന്റെ നടുവിൽ ഹന്ന മറുതലിച്ച് പറയാനല്ല പോയത്, അതിന് നേരെ സംസാരിക്കാനല്ല പോയത്, അതിന് നേരെ എതിർക്കാനല്ല പോയത്.
അവിടെ നിന്നുകൊണ്ട് ആലയത്തിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. ആലയത്തിൽ പോയി വേറെ ചടങ്ങ് തീർത്ത് വരുന്ന പതിവല്ല, പ്രാർത്ഥന കൂടി പോരുന്ന പതിവല്ല, അവിടെ ഇരുന്ന് കരയുന്ന അനുഭവം. ഹന്നയുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ഒരു പ്രാവ് കുറുകുന്നത് പോലെ ദൈവസന്നിധിയിൽ പോയിരുന്ന് ഹൃദയം ദൈവത്തോട് പകരുന്ന അനുഭവം. ഈ രാത്രികാലം എത്ര പേർക്ക് അങ്ങനത്തെ കൃപ കിട്ടിയിട്ടുണ്ട്? എത്ര പേർക്ക് അങ്ങനത്തെ പ്രാർത്ഥനാനുഭവം കിട്ടിയിട്ടുണ്ട്? ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ചുണ്ടനങ്ങുന്നതാ പുരോഹിതൻ കണ്ടത്. പുരോഹിതൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ കാര്യം എന്തുവാ? ഇവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇവൾ വേണ്ടാത്ത എന്തോ കുടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാനം ചെയ്തിട്ടുണ്ട്, ഇവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ വായിക്കുമ്പോ കാണുന്നത് എന്തുവാ? അവൾ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രേ. അവൾക്കൊരു ഭാരമുണ്ടായിരുന്നു. അവൾ പ്രശ്നം വന്നപ്പോൾ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ തീരുമാനിച്ചു. അവളുടെ വിഷയത്തിന് വേണ്ടി ഹല്ലേലൂയ അവൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ മറുപടി വിത്തിൻ 1 ഇയറിനുള്ളിൽ ആ ദൈവമഹത്വവുമായി ദൈവാലയത്തിൽ വന്നെന്ന് ആ ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം എന്റെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തെ കണ്ടതല്ല, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തതാ, നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുക. ദൈവം നമ്മെ പല മേഖലകളിലാക്കി വെച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് നേരെ വരുന്ന വെല്ലുവിളികൾ, നമുക്ക് നേരെ വരുന്ന പ്രതിസന്ധികൾ, നമുക്ക് നേരെ വരുന്ന ആകുലതകൾ, നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത കെടുത്തുന്ന, നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം കെടുത്തുന്ന, സന്തോഷം കെടുത്തുന്ന വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഇന്ന് രാത്രികാലം നോക്കേണ്ട, മോന്റെ മുഖത്തേക്ക് നോക്കണം. ഹല്ലേലൂയ, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. എന്താ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവന്റെ പ്രത്യേകത? സർവശക്തന്റെ നിഴലിൻ കീഴിൽ വസിക്കുന്ന ഒരു പ്രത്യേകത എന്താ? അവന് പ്രശ്നമില്ലെന്നല്ല, അവന് പ്രതികൂലമില്ലെന്നല്ല. രാത്രിയിലെ ഭയമുണ്ടാകും, പകൽ പാർക്കുന്ന അസ്ത്രമുണ്ടാകും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉണ്ടാകും, എങ്കിലും അവന് പേടിക്കേണ്ട കാര്യമില്ല. അവന്റെ വശത്ത് 1000 പേര് വീണാലും, അവന്റെ വലതുവശത്ത് 10,000 പേര് വീണാലും അത് ബാധിക്കത്തില്ല. ഇന്ന് രാത്രി അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലാ നീയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പ്രത്യേകത എന്തുവാ? നിന്നെ കവർ ചെയ്തിരിക്കുക. റീകാമന ശബ്ദ പ്രൗഢാരകാര വൈഡം പ്രൗഢാരക തിരമാലകൾ ആഞ്ഞടിച്ചാലോ, വൻ തിരമാലകൾ, വൻ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലോ, ഹല്ലേലൂയ, കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് കൽപ്പിച്ചവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ പല ഹൃദയങ്ങളിൽ ചലിക്കുന്നത് ഞാൻ ഇന്ന് രാത്രി അനുഭവിച്ചറിയുക. റീകാമന ശബ്ദ പ്രൗഢാരകാരകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-2 വ്യക്തികളെ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിച്ചിട്ട് വേഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഹല്ലേലൂയ, യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അറിയാം. അദ്ദേഹം ഒരു സാധാ മനുഷ്യനല്ല. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഒരു രാജാവാ, ഒരു രാജാവാ. ഈ രാജാക്കന്മാരുടെ പ്രത്യേകത എന്തുവാ? രാജാക്കന്മാരുടെ കൂടെ അനേകം അണികൾ, ആ രാജ്യത്ത് ഒത്തിരി സന്നാഹങ്ങൾ കാണും, യുദ്ധത്തിന് യുദ്ധപട കാണും, മന്ത്രിമാര് കാണും, ഒത്തിരി വലിയ ബറ്റാലിയൻ അവരുടെ കൂടെ ഉണ്ടാകും. അവർക്കൊന്നിനെ പേടിക്കേണ്ട കാര്യമില്ല. ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ കൊട്ടാരത്തിൽ ഉണ്ടാകും, ആ കൊട്ടാരത്തിൽ ഉണ്ടാകും. എന്നാൽ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിന്റെ 20-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ രാജാവ് ഭയപ്പെട്ടു, ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ദൈവമുഖം അന്വേഷിപ്പാൻ തീരുമാനിച്ചു. എന്താ അതിന്റെ പ്രത്യേകത? 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, കടൽ കടന്ന് ശത്രു അവിടേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ, ആ അറിവ് കിട്ടിയപ്പോൾ, എടാ എന്നാൽ തയ്യാറായിക്കോ, നമുക്ക് അവർക്ക് നേരെ പോകാം, നമുക്ക് അതിനെ നേരിടാം, അതിനെ ജയിക്കാം, ഇന്ന് രാത്രി അങ്ങനെ ചിന്തിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യുകയല്ല ചെയ്തത്. ദൈവമുഖം അന്വേഷിപ്പാൻ തീരുമാനിച്ചു. ആ വാക്യം ഒന്ന് വായിക്കാമോ? ആ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. യഹോവയെ അന്വേഷിപ്പാൻ യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദായിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹൂദായിലെല്ലാം ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. നിങ്ങൾ കണ്ടോ? യഹോവയുടെ മുഖം അന്വേഷിപ്പാൻ യഹോശാഫാത്ത് തീരുമാനിക്കുക. പ്രശ്നം വന്ന ഉടനെ
നമ്മളൊക്കെ എന്താ, നമ്മുടെ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ എടുക്കും അല്ലെ, നമ്മുടെ ഫോൺ എടുത്ത്, ഇന്നത്തെ മൊബൈലിന്റെ യുഗമാണല്ലോ, മൊബൈൽ എടുത്തിട്ട് ഇന്ന ആളിനെ വിളിച്ചാൽ ഇന്ന പ്രശ്നത്തിന് സൊല്യൂഷൻ അല്ലെ, ഇന്ന ഹോസ്പിറ്റലിൽ പോയ ഇന്ന രോഗത്തിന് വിടുതൽ, ഇന്ന ആളിനെ കണ്ടാൽ ഇന്ന പ്രശ്നത്തിന് സൊല്യൂഷൻ. ഇതെല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് വരുന്നത്? ദൈവമുഖം അന്വേഷിക്കാൻ വരുന്നത്. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇത് ആരാണെന്ന് മനസ്സിലായോ? ഇതൊരു രാജാവാണ്. രാജാവ് എന്താ തീരുമാനിച്ചത്? ഉപവാസം പ്രസിദ്ധപ്പെടുത്താൻ. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ അടുത്ത പോർഷൻസ് എല്ലാം വായിച്ചു വരുമ്പോ കാണാം, അവിടെയുള്ള യഹൂദന്മാർ കുഞ്ഞു കുട്ടികൾ ആബാല വൃത്തം എവിടെ കൂടി? ആലയത്തിൽ കൂടി. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നഷ്ടമുണ്ട്, ഭീതിയുണ്ട്, അസമാധാനമുണ്ട്, വലിയ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ആഞ്ഞടിക്കും. എന്നാൽ ഇവരൊരു തീരുമാനമെടുത്തു, സഹായം ചോദിച്ചുകൊണ്ട് ദൈവത്തോട് സഹായം ചോദിപ്പാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ജീവിതമാകുന്ന പടങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മറ്റു വിഷയങ്ങളിലേക്ക് പ്രതിസന്ധികളും വിഷയങ്ങളൊക്കെ വരുമ്പോൾ അനുദിനവും പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരിടത്തും പരാജയപ്പെടത്തില്ല കേട്ടോ. ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാൻ നമുക്കൊന്ന് തീരുമാനിക്കാം, ദൈവത്തോട് ആലോചന ചോദിപ്പാൻ, ദൈവത്തിന്റെ പ്രവൃത്തി അതിന്റെ മധ്യത്തിൽ വെളിപ്പെടുവാൻ ഇന്ന് രാത്രി നമുക്കൊന്ന് ആലോചന ചോദിക്കാം. നമ്മുടെ പണ്ടത്തെ നമുക്കൊക്കെ ഒരു പൂർവ്വ ചരിത്രമുണ്ടല്ലോ, പെന്തക്കോസ്തിന്റെ ചരിത്രം. ഇന്നത്തെ അനുഭവം എന്തുവാ? ഇന്നെല്ലാം നിറവിന്റെ അനുഭവമാ, ഇന്നെല്ലാം ഉള്ളതിന്റെ കാലമാ, ഇല്ലായ്മയുടെ കാലമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ലായ്മയുടെ കാലഘട്ടം. അന്നത്തെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒരു കാര്യമേ അറിയത്തുള്ളായിരുന്നു, ഏത് വിഷയം വന്നാലും അവർക്ക് മുട്ടുമടക്കുവാനും പ്രാർത്ഥിക്കാനും ദൈവത്തോട് ആലോചന ചോദിപ്പാനും വിശ്വാസത്തിൽ ജീവിച്ച ഒരു തലമുറ നമ്മുടെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പറയുന്നത്, എന്തെല്ലാം വന്നാല് കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഇന്ന് രാത്രിയിൽ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ, അവൻ വഴി തള്ളിക്കളയുന്ന ദൈവമല്ല. നിനക്കൊരു പ്രതിസന്ധികൾ വരുമ്പോൾ, നിനക്കൊരു പ്രശ്നം വരുമ്പോൾ എന്നാ അനുഭവിച്ചോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ നിർത്തിയിട്ട് മാറിപ്പോകുന്ന ഒരു ദൈവമല്ല. മോശയെ ദൈവം വിളിച്ചു, മോശയോട് പറയുന്നത് എന്താ? ഹല്ലേലൂയ, ഞാൻ നിന്റെ നാവിനോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ, നിന്റെ A to Z. ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിന്നോ പ്രിയമുള്ളവരെ, ഗിദെയോനെ വിളിച്ചു. ഗിദെയോനോട് എന്താ പറയുന്നത്? ഞാൻ നിന്റെ കൂടെ നിൽക്കും. ഓരോ ഭക്തന്മാരെ ഓരോ ശുശ്രൂഷകൾ ഏൽപ്പിക്കുമ്പോൾ, ഓരോ ദൗത്യം കൈമാറുമ്പോൾ അവരെ അത് ഏൽപ്പിച്ചിട്ട് മാറിപ്പോകുന്ന ഒരു ദൈവമല്ല കേട്ടോ. ഇന്ന് രാത്രിയിൽ പ്രതിസന്ധി വരുമ്പോൾ അവിടേക്കല്ല നോക്കേണ്ടത്, മനുഷ്യന്റെ മുഖത്തേക്കല്ല നോക്കേണ്ടത്, നിന്റെ വലിപ്പം കാണിക്കാനല്ല പോകേണ്ടത്, നിന്റെ പത്രാസ് കാണിക്കാനല്ല പോകേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. ഞാൻ ആരാണെന്നല്ല പറയാൻ പോണത്. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കാനിരിക്കെ, ദൈവത്തോട് ആലോചന ചോദിക്ക്. ഇവിടെ രാജാവ്, എല്ലാ സന്നാഹമുള്ള രാജാവ്, എല്ലാ സംവിധാനമുള്ള രാജാവ്, അദ്ദേഹം ഓർഡർ ഇട്ടിരിക്കുക, അടുത്ത ദിവസം, അടുത്ത സമയം മുതൽ, സെക്ഷൻ മുതൽ പ്രാർത്ഥിക്കാൻ സഭയിൽ ഉപവാസം പ്രസിദ്ധം ചെയ്തു. ആ കാര്യം കേട്ടിട്ട് എല്ലാവരും ഒന്നിച്ചു കൂടുന്ന അനുഭവം. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഐക്യമത്യപ്പെടണം. ഒരു സഭയിൽ 100 പേരുണ്ടെങ്കിൽ ഒന്നിച്ച് നിന്നാൽ അതിന്റെ വിജയം അത് വലുതാക്കട്ടോ. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ വീട്ടില് ഇരുന്ന് ഈ വേദഭാഗം ഒന്ന് വായിക്കണം. അതിന്റെ അവസാന വാക്യം വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ. യുദ്ധം നിങ്ങളുടേതല്ല, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവിടെ ഒന്നൊക്കെ വിസ്തരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണെന്ന് പറയുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിന്ന് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. എന്താ ഇന്ന് രാത്രികാലം? നീ ഒന്നും അറിയണ്ട, നീ നിന്ന് കൊടുത്താൽ മതി. നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികളെ നന്നായി അറിഞ്ഞ് അതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു സർവശക്തനായ ദൈവം. അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, സകലത്തിന്റെ സൃഷ്ടിതാവ്, സകലത്തെ ഭരിക്കുന്നവൻ, സകലത്തെ കൺട്രോൾ ചെയ്യുന്നവൻ, സകലതും നന്നായി അറിയുന്നവൻ. ഇന്ന് രാത്രി നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും, നീ ചിന്തിക്കുന്നതും, നിന്റെ ഹൃദയ വിചാരങ്ങൾ, നിന്റെ ഉള്ളിന്റെ ഉള്ളറകൾ നന്നായി അറിയുന്ന ഒരു സ്വർഗസ്ഥനായ ദൈവമുണ്ടെന്ന് ഈ രാത്രി തിരിച്ചറിയുക.
തിരിച്ചറിഞ്ഞ് അല്ലിയ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധി ആയാലും അതിനെ മറികടക്കാനുള്ള കൃപയും ബലവും ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. നമുക്കറിയാം മറ്റൊരു വ്യക്തിയെ പറ്റി നമ്മൾ എടുക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നത് പൗലോസിനെ പറ്റി. പൗലോസിന്റെ ജീവിതം എന്തുവായിരുന്നു? പൗലോസിനോട് പറയുക, നീ ഒരിടത്ത് പ്രസംഗിച്ചതുപോലെ നീ അടുത്ത സ്ഥലത്ത് എന്ത് ചെയ്യാൻ പോവാ? പ്രസംഗിക്കാൻ പോവാ. അതൊന്ന് വായിക്കാമോ? 23-11 ആക്ട്സ് ചാപ്റ്റർ 23. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചെയ്തു. കണ്ടോ, ഒരു ഗ്രൂപ്പ്, ഒരു ബറ്റാലിയൻ ഈ മനുഷ്യനെ നശിപ്പിക്കാൻ പ്ലാൻ ചെയ്യുക, തകർക്കാനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുക. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ പൗലോസായി മാറുന്നത്. ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ക്രൈസ്തവരെ നാശം ചെയ്യാൻ വേണ്ടി കച്ച കെട്ടി ഇറക്കിയ മനുഷ്യൻ. അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ കോളിംഗ് അനന്യാസിനോട് പറയുക, ഇവനെ എന്തിനാ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് അറിയാമോ? ഇസ്രയേൽ മക്കളുടെ ഇടയിലും രാജാക്കന്മാരുടെ ഇടയിലും ഒക്കെ എന്റെ നാമം വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാ. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കണമേ, ഇങ്ങനെ ഒരു മനുഷ്യൻ അടുത്ത ദിവസം മുതൽ വേറൊരു യാത്രയ്ക്ക് വേണ്ടി 3 മിഷണറി യാത്രകൾ ചെയ്തു. ഈ യാത്രകൾ ഉടനീളം കഷ്ടതകളും പ്രയാസങ്ങളും പട്ടിണികളും ഉപദ്രവവും എല്ലാം ജീവിതത്തിൽ കയറി ഇറങ്ങി വന്നു. ഇതാ ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ കൂടി നിൽക്കുക. എന്തിനു വേണ്ടിയാ? കല്ലെറിയാൻ. ഒരാളല്ല കല്ലെറിയുന്നത്, ഒരു കൂട്ടം ആളുകൾ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ എത്ര കല്ലുകൾ വരും? ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഈ ഒരു പശ്ചാത്തലം, വലിയ പശ്ചാത്തലം ഇതിന്റെ പിന്നിലും മുന്നിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, തുറന്നുള്ള അധ്യായത്തിലും ഇതിന്റെ പിന്നിലുള്ള അധ്യായത്തിലും ഒക്കെ. എന്നാൽ ഇവിടെ ഒരു ബറ്റാലിയൻ ആളുകൾ അദ്ദേഹത്തിന് നേരെ പലവിധമാകുന്ന പദ്ധതികൾ പ്ലാൻ ചെയ്യുക. അതിന്റെ നടുവിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയുന്ന ഒരു വാക്കാ, നീ എന്തോ ചെയ്യാൻ പോവാ? ഇവിടെ സാക്ഷീകരിച്ചതുപോലെ തന്നെ അടുത്ത സ്ഥലത്തും എന്നെ പറ്റി സാക്ഷീകരിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, നിന്റെ ലൈഫ് തീർന്നു, നിന്റെ ജീവിതം തീർന്നു, നിന്റെ എല്ലാം ഇന്നുകൊണ്ട് അവസാനിക്കാൻ പോകുകയാന്ന് ഒരു സമൂഹം ഒന്നിച്ചു നിന്ന് അതിന്റെ ആലോചനകൾ അപ്പുറത്ത് കഴിക്കുമ്പോൾ മറു സൈഡിൽ ദൂതൻ വന്നിട്ട് പറയുന്ന വാക്ക് എന്തുവാ? ഇല്ല, നീ ഇവിടെ പ്രസംഗിച്ചതുപോലെ അടുത്ത സ്ഥലത്തും എന്നെ പറ്റി പ്രസംഗിക്കാൻ പോകുക. അതിന്റെ 27-ാം അധ്യായം 23, 24 വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 27, 23, 24. ആക്ട്സ് ചാപ്റ്റർ 23, 27. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസറുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. 276 പേര് അടങ്ങുന്ന ഒരു ടീം പൗലോസ് ഉൾപ്പെടെ 276 പേരടങ്ങുന്ന ഒരു ടീം ഒരുമിച്ച് കപ്പൽ യാത്ര ആരംഭിച്ചതാ. ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ യാത്ര അങ്ങോട്ട് തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ കപ്പലിന് നേരെ പ്രതിസന്ധി നേരിടുക. ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. ഞങ്ങൾ രക്ഷപ്പെടുമോ എന്നുള്ള ആശ പോലും ഞങ്ങളുടെ നഷ്ടമായി. 14 ദിനരാത്രങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും കാണാതിരിക്കുക, ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതിരിക്കുന്ന വലിയൊരു കൂട്ടത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, അലമുറയിടുന്ന ഗ്രൂപ്പിന്റെ നടുവിൽ അവര് രക്ഷപ്പെടുമോ? ഇനി ജീവിക്കാൻ കഴിയുമോ? ഒരു നിവർത്തിയുമില്ല, എല്ലാം തീർന്നു. ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ അസ്തമിച്ചു. ഇനി ഒരു സ്കോപ്പുമില്ല, ഇനി ഒരു സാധ്യതയും കാണുന്നില്ല. ഇതെല്ലാത്തിന്റെ എൻഡാ. ഇത് ഇന്നലെ ഇങ്ങനെ വന്നവർ ഇന്ന് ഭൂമിയിൽ ഇല്ല. ഇങ്ങനത്തെ അവസ്ഥ ഇന്ന പലരുടെയും ജീവിതത്തിൽ വന്നു. അവർ അതിൻ്റെ അകത്ത് തകർന്നു പോയി എന്നുള്ള ചിന്തകളിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്ന് തന്റെ ദാസനോട് അറിയിക്കുന്ന അരുളപ്പാടിതാ, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എന്റെ ദൈവത്തിന്റെ ദൂതൻ എന്നോട്, പൗലോസേ, നീ ഭയപ്പെടേണ്ട. നീ എവിടെ പോകാനാണോ ഇറങ്ങിയത്? നീ എന്തിനു വേണ്ടിയാണോ ഇറങ്ങിയത്? നീ അവിടെ എത്തുക തന്നെ ചെയ്യും.
എവിടെയും നീ എത്തത്തില്ല, നിന്നെ എത്തിക്കത്തില്ല, ഇവിടെ തകർന്നു പോകും, ഇവിടെ ഇല്ലാതാകും എന്ന് പ്ലാൻ ചെയ്യുന്ന വലിയൊരു സമൂഹത്തിന്റെ വലിയ ചിന്താഗതികൾ മുഴക്കുന്നവരുടെ നടുവിൽ ഇതാ ദൈവത്തിന്റെ ദൂതൻ വന്ന് കൊടുക്കുന്ന സന്ദേശം ഇതാണ്. ഹല്ലേലൂയ, നീ കൈസരുടെ മുൻപാകെ നിൽക്കും. അതിനോട് കൂടെ അടുത്ത് പറയുന്ന വാക്കിതാ, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ മുഴുവൻ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഈ യാത്രയിൽ ഏറ്റവും അപമാനം സഹിച്ചത് പൗലോസാ, ഏറ്റവും ദുഷികൾ ഹല്ലേലൂയ സഹിച്ചത് പൗലോസാ, ഏറ്റവും നിന്ദകൾ സഹിച്ചത് പൗലോസാ. കൂടിയിരിക്കുന്നവരാരും പൗലോസിന്റെ വാക്ക് പ്രാരംഭത്തിൽ കേട്ടില്ല. ആദ്യം പല കാര്യങ്ങൾ, പല നിർദ്ദേശങ്ങൾ പൗലോസ് കൊടുത്തെങ്കിലും ആരും അതിനെ വകവെച്ചില്ല. കാരണം ഒരു പിടികിട്ടാ പുള്ളിയെ പോലെ ചങ്ങലയൊക്കെ ബന്ധിക്കപ്പെട്ടവനായിട്ടാ പൗലോസ് ഈ കപ്പൽ യാത്രയിൽ പോകുന്നത്. അങ്ങനെയുള്ളവരുടെ വാക്കിനാരാ വില കൊടുക്കുന്നത്? എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ എല്ലാ ഗതിഗതികൾ മാറി വരിക, എല്ലാ കാര്യങ്ങളും പൗലോസിന്റെ കരങ്ങളിൽ വന്നു. ഇപ്പൊ ആരാ കപ്പൽ നിയന്ത്രിക്കുന്നത് അറിയാമോ? പൗലോസാ നിയന്ത്രിക്കുന്നത്. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാവരെയും വിളിച്ചിരുത്തി അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് രാത്രികാലം എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. ഹല്ലേലൂയ, നീ ആരാണെന്ന് നീ തിരിച്ചറിയണം. നിന്റെ ദൈവത്തിന്റെ വലിപ്പം എന്താണെന്ന് നീ തിരിച്ചറിയണം. നിന്റെ ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് നീ തിരിച്ചറിയണം. നിന്റെ കൂടെയുള്ളത് ആരാണെന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ കാണാം, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ആരാം സൈന്യം എലിശ പ്രവാചകനെ പിടിക്കാൻ വേണ്ടി ആ സൈന്യത്തെ പറഞ്ഞു വിട്ടു. ഒരു പ്രഭാതത്തിൽ നോക്കിയപ്പോൾ പ്രവാചകനും തന്റെ ബാല്യക്കാരനും നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്നവാ? പ്രഭാതത്തിൽ ബാല്യക്കാരൻ എഴുന്നേറ്റ് തോൽക്കുമ്പോൾ കാണുന്നത് ആ പട്ടണം മുഴുവൻ സൈന്യം വളഞ്ഞിരിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇവരെത്ര പേരുണ്ട്? ഇവര് 2 പേരാ, എലിശ പ്രവാചകനും ബാല്യക്കാരനും. മറ്റ് ഗ്രൂപ്പിൽ നോക്കിക്കേ, ആ സൈന്യം മുഴുവൻ പട്ടണത്തെ വളഞ്ഞിരിക്കുക. രക്ഷപ്പെടാൻ പറ്റുമോ? എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? ചിന്തിച്ചു നോക്കി ഇന്ന് രാത്രികാലം. എന്നാൽ അതിന്റെ നടുവിൽ പ്രവാചകൻ ബാല്യക്കാരനോട് പറയുന്ന ഒരു വാക്കിത, ഹല്ലേലൂയ, നമ്മുടെ കൂടെയുള്ളവൻ ഇവരുടെ കൂടെയുള്ളതിനേക്കാൾ വലിയവനാ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, മാനുഷികമായി നോക്കിയാൽ 2 പേർ, അതിൻ്റെ അകത്ത് ഒരുവൻ ഭീരുവായിട്ടിരിക്കുന്നവൻ. ആ ഭീരുവായ ബാല്യക്കാരനോട് പ്രവാചകൻ പറയുക, നമ്മുടെ കൂടെ ഉള്ളവൻ ഇവരുടെ കൂടെ ഉള്ളതിനേക്കാൾ വലിയവനാണ്. ഇന്ന് രാത്രിക്കാലം നീ ചിന്തിക്കണം, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മുടെ ഉള്ളിലുള്ളവൻ, യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാ. ഈ രാത്രി വിശ്വസിക്കണം. പ്രതിസന്ധി വരുമ്പോൾ ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ കഴിയത്തില്ല. നിന്റെ കണ്ണ് നീ മുകളിലോട്ട് ഉയർത്തണം. നിന്റെ സഹായം വരുന്ന കണ്ണിലേക്ക് നോക്കണം. ഹല്ലേലൂയ, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ ഇന്ന് രാത്രികാലം തീരുമാനിക്കുമോ പ്രിയമുള്ളവരെ? എന്താ ഇവിടെ സംഭവിച്ചത്? പട്ടണം മുഴുവൻ വളഞ്ഞിരിക്കുക. രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? വലിയ സന്നാഹത്തോടെ സൈന്യം വന്നിരിക്കുന്നത്. 6-ാം രാജാവിന്റെ ഓർഡറാ. ഇവരെ എങ്ങനെയും പിടിച്ചുകൊണ്ട് 6-ാം രാജ്യത്തിലേക്ക് കൊണ്ടുപോകണം. 6-ാം രാജാവ് പ്രത്യേക ഓർഡർ ഇട്ടിരിക്കുക. അതിനുവേണ്ടി സൈന്യം അതനുസരിച്ച് വന്നിരിക്കുക. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ ബാല്യക്കാരന്റെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ ബാല്യക്കാരൻ കാണുന്ന കാഴ്ച എന്തുവാ? ഹല്ലേലൂയ, വലിയ സ്വർഗീയ സൈന്യം അവിടെ ചുറ്റും നിന്നിരിക്കുന്ന കാഴ്ച കാണുക. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അതിനുശേഷം താഴോട്ട് വായിക്കുമ്പോൾ ഈ വന്ന സൈന്യത്തെ മുഴുവൻ ആരാ കൺട്രോൾ ചെയ്യുന്നറിയാമോ? ഈ പാപം പിടിച്ച പ്രവാചകനാ. ഒരു നിസ്സാര മനുഷ്യനാ, ഒരു സാധാ മനുഷ്യനാ ഇപ്പോ വലിയ ബറ്റാലിയനെ നയിക്കുന്നത്. ഇന്ന് രാത്രികാലം നീ ചിന്തിക്കണം, നിനക്കെതിരെ വരുന്ന ശത്രുവിന് അതിന്റെ വലിപ്പം എത്ര ആയിക്കോട്ടെ, അതിന്റെ പദ്ധതി എത്ര ആയിക്കോട്ടെ, അവന്റെ തന്ത്രങ്ങൾ എത്ര വലുതായിക്കോട്ടെ, ഇന്ന് രാത്രി നിന്റെ വലിപ്പം എന്താണെന്ന് നീ തിരിച്ചറിയണം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ, കാത്തിരിക്കുന്ന ദൈവത്തിലെ, ദൈവമുഖം അന്വേഷിക്കുന്ന ദൈവത്തിലെ, ഇന്ന് രാത്രി നിന്റെ വലിപ്പം എന്താണെന്ന് ഈ രാത്രി നീ തിരിച്ചറിയണം. നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? ഏതൊക്കെ വിഷയത്തിൽ കരയുന്ന, ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വിശ്വസിക്ക്, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്വർഗമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അയ്യോ, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി കരഞ്ഞു, മറുപടി ഇല്ലല്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഓർക്കുക, നിനക്ക് വേണ്ടി തക്ക സമയത്ത് അവൻ ഒട്ടും വൈകത്തുമില്ല, ഒട്ടും നേരത്തെയാകത്തുമില്ല. ഇന്ന് രാത്രി കേൾക്കണമേ, ഒട്ടും വൈകത്തുമില്ല, ഒത്തിരി നേരത്തെയാകത്തുമില്ല. മനസ്സിലായോ?
മനസ്സിലായോ? നമുക്കറിയാം മോശ ജനിക്കുമ്പോൾ മോശയ്ക്ക് വേണ്ടി 2 വയസ്സിൽ താഴെയുള്ളവരെല്ലാം അവിടെ കൊല്ലപ്പെടണമെന്നൊരു ഓർഡർ വന്ന് കിടക്കുക. ഈ കുഞ്ഞ് ജനിച്ച് പുറത്ത് വന്നപ്പോഴത്തേക്കിന് അവിടെ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞിനെ കളയാൻ തോന്നിയില്ല. ശിശു സുന്ദരൻ എന്ന് കണ്ടു, അല്ലെ? ഈ കുഞ്ഞിനെ അവർ ഒളിപ്പിച്ചു വെക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും 3 മാസം ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കാൻ എങ്ങനെ കഴിയുന്നത്? ദേശത്ത് മുഴുവൻ എതിർപ്പുകളാ എന്ന് പറഞ്ഞാൽ എങ്ങനെയും അറിയും. ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ കുഞ്ഞ് കരയും ചിരിക്കും, അല്ലെ? ആ കുഞ്ഞിന്റെ വികാരങ്ങളൊക്കെ പല നിലയിൽ പ്രകടിപ്പിക്കും, അല്ലെ? അങ്ങനെ എത്ര നാൾ ഒളിപ്പിച്ചു വെക്കാൻ കഴിയും? എന്നാൽ ഈ കുഞ്ഞിനെ 3 മാസക്കാലം ഒളിപ്പിച്ചു വെച്ചു. പിന്നെ ഒളിപ്പിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് മനസ്സോടെ ഈ കുഞ്ഞിനെ എന്തോ ചെയ്തു, ഞാങ്ങണ പെട്ടകത്തിലാക്കി നൈൽ നദിയിലേക്ക് കൊണ്ടിട്ടു, അല്ലെ? എന്നാൽ ചിന്തിച്ചു നോക്കാം, അവിടെ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റാ കൊടുത്തിരിക്കുന്നത്. ഉടനെ രാജാവിന്റെ പുത്രി അവിടെ വന്നു. ഉടനെ, അരമണിക്കൂർ മുമ്പും അല്ല വന്നത്, അരമണിക്കൂർ ശേഷവും അല്ല വന്നത്. ആ സ്പോട്ടിൽ ആ രാജാവിന്റെ പുത്രി അവിടെ വരിക. വേറെ ആരുമല്ല വന്നത്. ഏത് കൊട്ടാരത്തിൽ നിന്ന് ആരാണ് ഓർഡർ ഇട്ട് ആ ആളിന്റെ മോളാ വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വേറെ ആര് വന്നിട്ടും കാര്യമില്ല. അത് കറക്റ്റ് ടൈമിങ്ങിൽ ഇതെല്ലാം സംഭവിക്കുക. അതിനുശേഷം ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ മകൾക്ക് നശിപ്പിക്കാൻ തോന്നിയില്ല, ഇതിനെ വളർത്താൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി കേട്ടോണം, അല്ലെങ്കിൽ ഏത് കൊട്ടാരത്തിൽ നിന്ന് ആരാണ് ഓർഡർ ഇട്ട ആ ആളിന്റെ ചെലവിൽ ആ കൊട്ടാരത്തിൽ ആ കുഞ്ഞു വളർന്നു. ദൈവ നിയോഗമുള്ളതിനെ തടയിടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിന് മോശയെ പറ്റിയുള്ള പദ്ധതി ജനലക്ഷങ്ങളെ നയിക്കുക എന്നുള്ളതായിരുന്നു. ആ കാര്യത്തിന് വേണ്ടി പ്രതിസന്ധികൾ ജനം എടുത്തപ്പോൾ ആ സാഹചര്യത്തിൽ വേണ്ടുന്ന എല്ലാ സംവിധാനവും ദൈവം അവിടെ ഒരുക്കിയെങ്കിൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സാഹചര്യങ്ങൾ എല്ലാം നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി വിലയിരുത്തരുത്. സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നിന്റെ ഫ്യൂച്ചറിനെ നീ വിലയിരുത്തരുത്. സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നിന്റെ ജീവിതം ഇങ്ങനെയാകുമെന്ന് നീ വിലയിരുത്തരുത്. ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തെ, നിന്റെ കയ്പിനെ മധുരമാക്കുവാൻ കഴിവുള്ളവൻ, നിന്റെ തകർച്ചയെ ഹല്ലേലൂയ ഉയർത്തുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി നിന്റെ കൂടെ ഉണ്ടെന്ന് ആത്മാവിൽ ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വാസത്തോട് ആമേൻ പറഞ്ഞു സ്വീകരിക്കാൻ കഴിയും? രാത്രികാലം നീ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. കേട്ടിട്ടുണ്ടോ? മോർദെഖായിക്ക് എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ഇരിപ്പിടമെന്ന് പറയുന്നത് രാജാവിന്റെ പടിപ്പുരവാതില്ല. ഹാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പെട്ടെന്ന് ഞാൻ അങ്ങ് നിർത്തുക, പെട്ടെന്ന് തൊട്ട് പോവാ. ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ, എല്ലാരും ആ മനുഷ്യനെ പോയി രാവിലെ ഇങ്ങനെ കയറി വരുമ്പോ വണങ്ങി, ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലിൽ എല്ലാവരും വീഴണം. ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. മൊർദെഖായി ഒരു തീരുമാനം എടുത്തു, ദൈവത്തിന്റെ മുമ്പിൽ അല്ലാതെ ഞാൻ ആരുടെ മുമ്പിൽ മുട്ടുകുത്തത്തില്ല. ദൈവത്തിന്റെ മുമ്പിൽ അല്ലാതെ വേറെ ആരുടെ മുമ്പിൽ. ഈ ഹാമാനെ ഒന്നും മൈൻഡ് ചെയ്യാൻ ആ പുള്ളി പോകത്തില്ലായിരുന്നു, അല്ലെ? ചിന്തിച്ചു നോക്കിക്കേ. ഇദ്ദേഹം ഓരോ ദിവസവും കഴിയും തോറും ഈ മൊർദെഖായിക്ക് നേരെ ഓരോ പരിപാടി ഇങ്ങനെ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. ഈ ജാതിയെ എങ്ങനെയും നശിപ്പിക്കണം. ചരട് മുഴുവൻ ഹാമാന്റെ കയ്യിലായിരുന്നു, അല്ലെ? ചിന്തിച്ചു നോക്കിക്കേ. എന്നാൽ ഒരു വലിയ പ്രതിസന്ധി യഹൂദാ ജനത്തിന് വന്നെന്ന് കണ്ടപ്പോൾ ഈ എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം അവരൊരു ഉപവാസം ഒക്കെ അവിടെ പ്രസിദ്ധം ചെയ്തു. തുടർന്നുള്ള അധ്യായത്തിലേക്ക്, 6-ാം അധ്യായത്തിലേക്ക്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അന്ന് രാത്രി രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ദൈവത്തിന് അറിയാം എവിടെയാണ് തൊടേണ്ടത്, ആരെയാ തൊടേണ്ടത്. ചിന്തിച്ചു നോക്കിയേ. ഹാമാനെ തൊട്ടിട്ടൊന്നും കാര്യമില്ല. കൊട്ടാരത്തെ ഇളക്കി, രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. രാജാവ് ബെഡേ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ തുടങ്ങി. AC ഇടുന്നു, ഫാൻ ഇടുന്നു, മറ്റു പലതും നോക്കി, ഒരു രക്ഷയില്ല. എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്നിട്ടൊന്നും അദ്ദേഹത്തിന് ഒരു സുഖമില്ല. അങ്ങനെ അസ്വസ്ഥന. അദ്ദേഹം പെട്ടെന്ന് ആ പാതിരാത്രിയിൽ പുസ്തകം എടുത്തത് ദിനവൃത്താന്ത പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്തുവാ? എല്ലാം എഴുതി വെക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം എടുത്ത് വായിച്ച് വന്നപ്പോ കണ്ട പേരെന്തുവാ? മൊർദെഖായി.
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജാവിന് ഒരു ഫേവർ ചെയ്തു. ഈ രാജാവിന് കൊല്ലാൻ വേണ്ടി ശത്രു തന്റെ ഭടന്മാരിൽ കുറച്ചുപേര് പ്ലാൻ ചെയ്യുന്നു എന്ന് കണ്ട ഈ വിവരം രാജാവിനെ അറിയിച്ചു. ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ പാരിതോഷികവും ഒക്കെ കൊട്ടാരത്തിൽ നിന്ന് കൊടുക്കാറുണ്ട്. ഈ പാരിതോഷികം ഒന്നും അന്ന് കൊടുത്തില്ല, അല്ലെ? അന്ന് കൊടുത്തായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റബിൾ പോസ്റ്റ് ചിലപ്പോൾ SI ആക്കി വിടും എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും സ്ഥാനക്കയറ്റമോ എന്തെങ്കിലും കൊടുത്ത് വിടും, അത്രേ ഉള്ളൂ. ചിന്തിച്ചു നോക്കിക്കേ, ഇത് ഒരു സുപ്രഭാതത്തിൽ ഈ സാധനം പൊങ്ങി വരിക, ഇത് പൊങ്ങി വരിക എത്ര നാളെടുത്തു? നമ്മളെ പോലെ മൊർദെഖായി ചിന്തിച്ചോ? അയ്യോ ഒത്തിരി പ്രാർത്ഥിച്ചതാ, ഒത്തിരി ദൈവമേ അങ്ങനെ ചെയ്തിട്ടും ആ മനുഷ്യൻ അത്രയും ഉപകാരം ചെയ്തിട്ട് പോലും എന്നെ ഒന്നും കണ്ടില്ലല്ലോ, എന്നെ നോക്കിയില്ലല്ലോ എന്നൊന്നും അങ്ങനെ ഒരു ചിന്തയേ വന്നില്ല. ഒരു ടൈം വന്നപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ആ രാത്രിയിൽ ചില തീരുമാനങ്ങൾ രാജാവ് എടുക്കുക. എന്താ രാജാവ് എടുക്കുന്ന തീരുമാനം? രാജാവ് ചോദിക്കുക, പുറത്താരാ നിൽക്കുന്നേ? പുറത്ത് നിൽക്കുന്ന മനുഷ്യന്റെ പ്രത്യേകത എന്താ? അവൻ ഒരു പേപ്പറിൽ DTP ഒക്കെ എടുത്തോണ്ട് വന്നേക്കുക. എന്തിനു വേണ്ടിയാ? ഈ മൊർദെഖായിയെ തൂക്കാൻ വേണ്ടി, ഈ മൊർദെഖായിയെ തൂക്കിലേറ്റാൻ വേണ്ടി അതിനുള്ള കഴുകുമരം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ രാജാവിന്റെ ഒരു സൈനൂടെ വേണം. അത് മേടിക്കാൻ വേണ്ടി വലിയൊരു പ്രോജക്റ്റും തയ്യാറാക്കി വന്ന് നിൽക്കുക. ചിന്തിച്ചു നോക്കിക്കേ, ഒരൊറ്റ രാത്രി നടക്കുന്ന ഡൈവേർട്ട് ആകുന്ന വിഷയം കണ്ടോ? ഇന്ന് രാത്രികാലം ഒന്ന് കേൾക്കണേ. ഈ സംഭവത്തിന്റെ നടുവിൽ അന്ന് രാത്രി രാജാവ് ചോദിക്കുക, പുറത്താരാ നിൽക്കുന്നേ? അവൻ ഹാമാൻ വിളിക്കാൻ പറഞ്ഞു. അവനോട് തന്നെ ചോദിക്കുക, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന മനുഷ്യന് നമ്മൾ എന്തോ കൊടുക്കും? ഉടനെ ഈ മനുഷ്യൻ എന്റെ ഭാവന ഞാനിങ്ങനെ കാണുകയാണേ. ഇദ്ദേഹം ഒരു പക്ഷെ പറഞ്ഞു കാണും, പേപ്പർ എടുത്തോ എഴുതിക്കോ, കോളറൊക്കെ ഇങ്ങനെ പൊക്കിയിട്ടിട്ട് പറഞ്ഞു കാണും, എന്തൊക്കെയാ? രാജാവ് സഞ്ചരിക്കുന്ന രഥം വേണം, അല്ലെ? അതുപോലെ രാജാവിന്റെ വസ്ത്രം വേണം. ചിന്തിച്ചു നോക്കിക്കേ, അദ്ദേഹം പറയുന്നേ. അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടെ പറയുന്നത് എന്തുവാ? രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന മനുഷ്യനാണെന്ന് ഈ പട്ടണത്തിലൂടെ എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം. ചെറിയ സ്വപ്നമൊന്നും അല്ലല്ലോ. എന്നിട്ട് രാജാവ് പറയുന്നു, ഈ പറഞ്ഞതൊക്കെ നീ എന്തോ ചെയ്യണം? ഈ മനുഷ്യനെ ചെയ്തേക്കണം, മൊർദെഖായിക്ക് ചെയ്തേക്കണം. എന്നിട്ട് ഒരു വാക്കുകൂടെ പറയുന്നുണ്ട്, ഒന്നും കുറച്ചേക്കരുത്. ചിലപ്പോ ഈ മനുഷ്യൻ അനൗൺസ്മെന്റ് അങ്ങ് കട്ട് ചെയ്യും. കാരണം നാട്ടിൽ മുഴുവൻ അത് അറിയപ്പെടാൻ പോവുകയല്ലേ. ഇത് രാത്രി ഇതാ ദൈവത്തിന്റെ പദ്ധതി. ഒരു ടൈമിൽ അത് നടക്കേണ്ട കാര്യമാ, എന്നാൽ അത് പൊങ്ങി വന്നത് കുറെ നാൾക്ക് ശേഷമാ. ഇത് രാത്രിയിൽ ഒത്തിരി പ്രാർത്ഥിച്ചു, കരഞ്ഞു, ഒത്തിരി ദൈവത്തിന്റെ മുഖത്ത് നോക്കി മടുത്തുന്നൊന്നും പറയരുത് കേട്ടോ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുക. ദൈവമുഖം അന്വേഷിപ്പീൻ എന്ന് കൽപ്പന വന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം, ദൈവത്തോട് ആലോചന ചോദിക്കാം, ദൈവത്തിൽ നിന്ന് ചില നിയോഗങ്ങൾ